പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവൈസ് നടത്തി. ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിലെ ടോപ്പിക്കും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. പേര് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരതാ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഭരണഘടന എന്തുകൊണ്ട്, എങ്ങനെ. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തേണ്ടതായിട്ട് വരും. വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഭരണഘടന? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻ എന്താണ്? ചുമതലകൾ എന്താണ്? വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനാണ് ഒരു ഭരണഘടന? അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഭരണഘടന? അപ്പൊ അതിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെന്റൽ ലോ ഓഫ് എ നേഷൻ, അല്ലെ എ കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്. LAWS. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്. അതായത് ഒരു കൂട്ടം മൗലിക നിയമങ്ങൾ. അതാണ് ഭരണഘടന. കാരണം എന്താ? ഒരു സ്റ്റേറ്റിന്റെ ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, ഓൺ January 26 of 1950 ഇന്ത്യ became a republic. 1950 ജനുവരി 26 ഇന്ത്യ എന്തായിട്ട് മാറി? ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറി. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കെയിം ടു ഫോഴ്സ് ഓൺ 1950 ജാനുവരി 26. 1950 ജനുവരി 26 റിപ്പബ്ലിക് ആയതോടുകൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നിലവിൽ വന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നേച്ചറുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. അതായത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള, വേൾഡിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള, അല്ലാതെ ഫസ്റ്റ് റിട്ടൺ അല്ല. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് USA-യുടേതാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടേതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. റിട്ടൺ, WRITTEN. റിട്ടൺ മീൻസ് ലിഖിതം. റിട്ടൺ, ലിഖിതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. Constitutions are classified into 4 categories. 1, 2, 3, 4. 4 കാറ്റഗറിയിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. Constitution are classified into 4 categories. Number 1, written. Number 2, unwritten. Number 3, rigid. Number 4, flexible. അപ്പോ 4 ടൈപ്പിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതാണ്? ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പൊ അവിടെ ഒരു ഡൗട്ട് വരും, എന്താ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഭരണഘടനയാണ്
ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 1789 ശേഷമാണ് എന്താ അമേരിക്കയിൽ ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 1773 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ 10th ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, അല്ലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ 1770s പീരീഡുകളിൽ ഉണ്ടായ അമേരിക്കൻ സിവിൽ വാറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ പഠിച്ച ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ദ ഫോർമേഷൻ ഓഫ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ രൂപീകരണം. അപ്പോ ആ USA കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്. അപ്പൊ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താ? ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബിഗ്ഗസ്റ്റ്, അല്ലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ. അപ്പോ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനും ഓരോ നേച്ചർ ഉണ്ടെന്ന് നമ്മളതിൽ പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ അതിന്റെ നേച്ചറിനെ ബേസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനെ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. നമ്പർ 1 റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഓർ ലിഖിത ഭരണഘടന. നമ്പർ 2 അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മലയാളം അലിഖിതം. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിത ഭരണഘടന. നമ്പർ 3 റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളം കർക്കശം എന്ന് പറയാം, കർക്കശ ഭരണഘടന. നമ്പർ 4 ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ മീൻസ് അയവുള്ള. ഇപ്പോ 4 ടൈപ്പിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിവൈഡ് ചെയ്യുന്നത്. നമ്പർ 1 റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്പർ 2 അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്പർ 3 റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്പർ 4 ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. മലയാളം ശ്രദ്ധിക്കുക. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിത ഭരണഘടന. നമ്പർ 2 അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അലിഖിത ഭരണഘടന, അതായത് എഴുതപ്പെടാത്തത്. നമ്പർ 3 റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ കർക്കശ ഭരണഘടന. നമ്പർ 4 ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അയവുള്ള ഭരണഘടന. ഇത് നമ്മളിവിടെ പറയാൻ കാരണം ടെക്സ്റ്റിൽ ഇത് വിശദമായി പഠിക്കാനില്ല, പക്ഷെ നമ്മൾ അറിയേണ്ട ഒന്നുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഈ 2 കാര്യം. ഏതൊക്കെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ആൻഡ് റിജിഡ്. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടതും ദൃഢതയുള്ളതുമാണ്. കർക്കശം ഓർ നമ്മൾക്ക് എന്താ പറയാ, ദൃഢത എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് അവിടെ സൂചിപ്പിക്കാം. ദൃഢത എന്നും കൂടി നമുക്ക് അവിടെ പറയാം. 2 ടൈപ്പ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ, ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ, 2 നേഷൻസിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാം. അറിയാം 2 നേഷൻസിന്റെയും ഗവൺമെന്റൽ സിസ്റ്റത്തിലെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. കാരണം ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് ഹെഡ്, ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ ബ്രിട്ടനിൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാ? ബ്രിട്ടീഷ് ക്യൂൻ, രാജ്ഞിയാണ്. അപ്പൊ ഇന്ത്യയിലെ പ്രസിഡന്റും ബ്രിട്ടനിലെ രാജ്ഞിയും. പക്ഷേ 2 നേഷൻസും ഫോളോ ചെയ്യുന്ന ഗവൺമെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിയാണ്, പാർലമെന്ററി ജനാധിപത്യമാണ്. അപ്പോൾ ആ പാർലമെന്ററി ഡെമോക്രസിയാണ് 2 സ്റ്റേറ്റും ഫോളോ ചെയ്യുന്നെങ്കിലും ആ 2 സ്റ്റേറ്റിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറന്റ് ആണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടണും റിജിഡുമാണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടണും ഫ്ലെക്സിബിളുമായിരിക്കും. ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ആൻഡ് റിജിഡ്. ഇന്ത്യൻ ഭരണഘടന ലിഖിതവും ദൃഢതയുള്ളതുമാണ്. ബട്ട് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അൺറിട്ടൺ ആൻഡ് ഫ്ലെക്സിബിൾ. ബ്രിട്ടീഷ് ഭരണഘടന അലിഖിതവും അയവുള്ളതുമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ അഭിപ്രായം അതിനെ നമുക്ക് വിലയിരുത്തണം.
അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. 4 ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ: റിട്ടൺ, അൺറിട്ടൺ, റിജിഡ്, ഫ്ലെക്സിബിൾ. അപ്പോ ഇതിനൊരു നേച്ചർ നമ്മൾ അറിയാം. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിരിക്കും. വ്യക്തമായി നമ്മൾ പറയാറില്ലേ, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കും. കാരണം എന്താ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 12 പാർട്സ് ഉണ്ടായിരുന്നു. 12 പാർട്ട്, 395 ആർട്ടിക്കിൾസ്, 395 വകുപ്പുകളിലായി 12 പട്ടികയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 395 വകുപ്പാണ്. ഇന്ന് അതൊക്കെ മാറി, 444ഓളം വകുപ്പുകളായി. പുതിയത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, പാർലമെന്റിൽ ന്യൂ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആയിട്ട് മാറും. കാരണം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ജുഡീഷ്യറി ആയാലും മറ്റേതായാലും നമ്മൾ ഭരണഘടനയുടെ നിയമങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസിന്റെ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് 1950 ജാനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക് സ്റ്റേറ്റ് ആയിട്ട് മാറി. അതായത് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ 12 പാർട്ടായിട്ട് 395 ആർട്ടിക്കിൾസ് ആണ് അതിനകത്തുണ്ടായിരുന്നത്. 395 വകുപ്പുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോ അത് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ എന്താ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾസിലൊന്നും ചേഞ്ച് വരുത്താൻ പറ്റില്ല. വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നതാ. കാരണം എന്താ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തുന്നതിന് നമ്മളൊരു പേര് പറയും, അമെൻമെന്റ് പ്രൊസീജിയർ എന്ന് പറയും. അമെൻമെന്റ്, ഭേദഗതി എന്ന് പറയും മലയാളത്തിൽ. കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഭേദഗതി. അമെൻമെന്റ്, ഇംഗ്ലീഷിൽ നമ്മൾ അമെൻമെന്റ് എന്ന് പറയും, ഭേദഗതി. അപ്പോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡുമായിരിക്കും. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിളും ആയിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടണുമാണ്, റിജിഡുമാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടണുമാണ്, ഫ്ലെക്സിബിളുമാണ്. അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ആയതുകൊണ്ട് റിജിഡുമായിരിക്കും. റിജിഡിറ്റി, കർക്കശം എന്ന് വെച്ചാൽ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസിൽ ചേഞ്ച് വരുത്തുക എന്ന് പറയുന്ന വളരെ ടഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. എല്ലാം വ്യക്തമായി എഴുതി വെച്ചു. അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഗവൺമെന്റുകൾ ചേഞ്ച് വന്നാലും, നമ്മുടെ സ്റ്റേറ്റിന്റെ നേച്ചർ മാറിയാലും, സൊസൈറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാലും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസിലൊന്നും എന്തുണ്ടാവില്ല, ചേഞ്ചസ് വരുത്തില്ല. ചേഞ്ചസ് വരുത്താൻ വളരെ ടഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പാർലമെന്റിന്റെ സ്പെഷ്യൽ സബ്മിഷനും കൺസിഡറേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റൂ. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകത. ഇന്നും ഇന്ത്യ വേൾഡിൽ തന്നെ ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് നേഷൻ എന്നുള്ള പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിന്റെ ബേസ്മെന്റ്. ദ ബിഗ്ഗസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കൺസിഡറേഷൻ നമുക്ക് ഇന്നും കിട്ടുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന് ഇത്രമാത്രം പ്രയോറിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റേറ്റ് ഇത്രമാത്രം സോവർണിറ്റിയിലും ഒരു ഐഡന്റിറ്റിയും കീപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തുകൊണ്ടാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ കൊണ്ടാ, ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ടാ. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ നേച്ചർ മനസ്സിലായല്ലോ. റിട്ടണും റിജിഡുമായിരിക്കും ഇന്ത്യൻ ഭരണഘടന. അതിൽ ആർട്ടിക്കിൾസ് എല്ലാം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, സ്ഥിരതയുണ്ടാവും. അതിൽ ആർട്ടിക്കിൾസിനെ ചേഞ്ച് വരുത്തുക എന്ന് പറയുന്ന വളരെ ടഫ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പെഷ്യൽ പ്രൊവിഷൻസിലൂടെ മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇനി ഒന്നുകൂടി പറയുന്നുണ്ട് അല്ലെ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ളതാ, അൺറിട്ടൺ ആൻഡ് ഫ്ലെക്സിബിൾ. എങ്ങനെയുള്ളതാ, അലിഖിതവും അയവുള്ളതുമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലാർജസ്റ്റ് പാർട്ടും അൺറിട്ടൺ ആയിരിക്കും, അലിഖിതമായിരിക്കും. അലിഖിതം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അൺറിട്ടൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ, അതിൽ ചേഞ്ചസ് വരുത്താൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോ ബ്രിട്ടനിൽ രാജഭരണമാണെന്ന് പറഞ്ഞു, 4 വർഷം കൂടുമ്പോൾ അവിടെ ഭരണം മാറും. ആ 4 വർഷം ഭരണം മാറുന്നതിനനുസരിച്ച് അവിടുത്തെ പുതിയ ഗവൺമെന്റിന്, പുതിയ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈസി ആയിട്ട് ചേഞ്ച് വരുത്താം. ഇന്ത്യയിൽ പറ്റൂ? ഒരിക്കലും കഴിയില്ല. ഇന്ത്യയിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയാലോ, ഒരു കുട്ടയെ നിർത്ത് വേറൊരു കുട്ടയിൽ വയ്ക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്ത് പോകാൻ പറ്റില്ല.
ഇപ്പോൾ എന്ത് ചെയ്യും, ഒരു വകുപ്പിലുള്ള നിയമത്തിനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്ത് മറ്റൊരു വകുപ്പിലേക്ക് വയ്ക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രിട്ടനിൽ അങ്ങനെയല്ല. എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അൺറിട്ടൺ, ലാർജസ്റ്റ് പാർട്ട് അൺറിട്ടൺ ആയിരിക്കും, വളരെ ഫ്ലെക്സിബിളും ആയിരിക്കും. കാരണം ഇതിന്റെ ഓപ്പോസിറ്റാ റിട്ടൺ, അൺറിട്ടൺ, റിജിഡ്, ഫ്ലെക്സിബിൾ. കാരണം ഫ്ലെക്സിബിൾ, അയവുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. കാരണം എന്താ, അതിൽ കൂടുതലും എഴുതപ്പെടാത്ത ഭാഗമായിരിക്കും. അതിൽ എന്ത് വേണോ എഴുതി ചേർക്കാൻ പുതുതായിട്ട്. അപ്പൊ ഇന്ത്യ ഭരണഘടനയിലാണെങ്കിൽ വല്ലതും പറ്റുമോ? പറ്റില്ല, ഒന്നും പറ്റില്ല. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടതാ. അതിലൊരു ലെസ് പാർട്ട് മാത്രമേ അൺറിട്ടൺ ഉണ്ടാവൂ. മേജർ പാർട്ട് റിട്ടണും ലെസ് പാർട്ട് അൺറിട്ടണുമായിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ ആ അൺറിട്ടൺ പാർട്ട് എന്ന് പറയുന്നത് എന്താ, ന്യൂ ലോസ്, പുതിയ നിയമങ്ങൾ അതിൽ ആഡ് ചെയ്ത് ചേർക്കണം. അതാണ് ഞാൻ പറഞ്ഞത് 1950 395 ആർട്ടിക്കിൾസാ. ഇന്നത് കയറി 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 പൊയ്ക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു ടോപ്പിക്കാ. നിങ്ങൾ പഠിച്ചിട്ട് വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ സ്റ്റാർട്ടിങ്ങാ, ഫസ്റ്റ് ചാപ്റ്ററാ. അപ്പൊ അവിടെ എന്താ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ റിപ്പബ്ലിക് 1950 January 26 ഇന്ത്യ ബിക്കെയിം ദി റിപ്പബ്ലിക്. ഇന്ത്യ എന്തായി മാറി, ഒരു റിപ്പബ്ലിക് ആയി മാറി. അന്ന് തന്നെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1950 January 26. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടന, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടനയുടെ ഫങ്ഷൻസ്, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എന്തിനാണ് ഒരു ഭരണഘടന, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതിൽ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ, വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്, ഒരു കൂട്ടം മൗലിക നിയമങ്ങൾ. അതാണ് ഭരണഘടന. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റൽ പ്രൊസീജിയർ ആയാലും, പീപ്പിൾസിന്റെ റൈറ്റ് ആയാലും, സൊസൈറ്റിയിൽ എങ്ങനെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഒരു സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചായിരിക്കും ആ സ്റ്റേറ്റിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. കാരണം നെസസിറ്റി, അത്യാവശ്യമാണ്. നമുക്കറിയാം മോഡേൺ നേഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഡെമോക്രസിയിൽ ഏറ്റവും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. മോഡേൺ ഡെമോക്രാറ്റിക് നേഷൻസിനെല്ലാം നെസസിറ്റി ആയിട്ടുള്ള ഒരു എയ്ഡാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഭരണഘടന ഇല്ലാതെ നിലനിൽപ്പില്ല. ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പൊ അവിടെ ഇതാ നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന 1950 January 26 നിലവിൽ വരുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ ദിവസമാണ് നമ്മുടെ ഭരണഘടനയും നിലവിൽ വരുന്നത്. ഭരണഘടന എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ദ ഫണ്ടമെന്റൽ ലോ ഓഫ് എ നേഷൻ, ഒരു രാഷ്ട്രത്തിന്റെ മൗലിക നിയമമാണ് ഭരണഘടന. അല്ലെങ്കിൽ ദ കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ലോസ്, ഒരു കൂട്ടം മൗലിക നിയമങ്ങളുടെ ഘടകമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയില്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ല. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റൽ സിസ്റ്റം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത, നമുക്കറിയാം അല്ലെ, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ പവേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ, അധികാര വിഭജനം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ, ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഭരണഘടനയുടെ നേച്ചർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ക്ലാസിഫൈഡ് ഇൻടു 4 categories. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന; അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിത ഭരണഘടന; റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കർക്കശം ഓർ ദൃഢതയുള്ള ഭരണഘടന; ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അയവുള്ള ഭരണഘടന. ഇങ്ങനെ 4 തരത്തിൽ ഭരണഘടനയെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ആൻഡ് റിജിഡ്.
ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അവിടെ ഇന്ത്യയുടെ ഭരണഘടന വളരെ എഴുതപ്പെട്ടതാണ്, ദൃഢതയുള്ളതുമാണ്. കാരണം എല്ലാം വ്യക്തമായി എഴുതി വെച്ചേക്കും. ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസിന് പറയുന്ന പേര് അമെൻമെന്റ് എന്നാണ്, മറക്കണ്ട, ഭേദഗതി എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡിയ, ഏകദേശമുള്ളൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കതിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു ഭരണഘടനയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ അതാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ മറക്കണ്ട, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഭരണഘടനയുടെ ഒരു രൂപമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണഘടന എങ്ങനെയാണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നേച്ചർ, സ്വഭാവം. അതാണ് റിട്ടണും റിജിഡും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റും ബിഗ്ഗസ്റ്റുമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ബേസിക് നേച്ചറാണ് പറയുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനാണ് ഒരു ഭരണഘടന? ഒരു ഭരണഘടനയുടെ ആവശ്യം എന്താണ്? അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ചുമതലകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഭരണഘടനയുടെ ചുമതലകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാൻ നോട്ട്സ് ആയിട്ട് തരാം, ആ നോട്ട്സ് അതിനകത്ത് ഇട്ടേക്കാം, അത് നിങ്ങൾ എഴുതിയെടുക്കണം. അടുത്ത